ഗോ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഗോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കമ്പയർ ചെയ്ത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഒരു ഹലോ വേൾഡ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഹലോ വേൾഡ് എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. 01_hello world. ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ ഗോ പ്രോഗ്രാം എന്ന് പറയുന്ന വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു ഗോ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട്. ഗോ പ്രോഗ്രാമിങ്ങിൽ പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് മെയിൻ എന്ന് പറയുന്ന പാക്കേജിലെ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ മെയിൻ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് main.go എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഗോ പ്ലീസ് ഒരു എറർ ത്രോ ചെയ്യുന്നുണ്ട്. ഗോ പ്ലീസ് എന്ന് പറയുന്നത് ഗോലാങ്ങിൻ്റെ ലാംഗ്വേജ് സെർവറാണ്. ഇവിടെ ത്രോ ചെയ്തിരിക്കുന്ന എറർ എന്ന് പറയുന്നത് എറർ ലോഡിംഗ് വർക്ക് സ്പേസ് ഗോ പ്ലീസ് വാസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് മൊഡ്യൂൾസ് ഇൻ യുവർ വർക്ക് സ്പേസ്. അപ്പോൾ നമ്മൾ ഈ ഒരു എറർ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊഡ്യൂൾ ഇനീഷ്യലൈസ് ചെയ്യണം. മൊഡ്യൂൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഗോ മോഡ് ഇനിറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്. ഗോ മോഡ് ഇനിറ്റ് ഞാനിപ്പോൾ tester.com എന്ന് പറഞ്ഞിട്ട് മൊഡ്യൂളിന് പേര് കൊടുക്കുന്നു. സാധാരണഗതിയിൽ tester.com പകരം github.com gitlab.com പോലുള്ള വെർഷൻ കൺട്രോളിന് ഉപയോഗിക്കുന്ന സൈറ്റുകളാണ് യൂസ് ചെയ്യുക. തൽക്കാലം നമുക്ക് മൊഡ്യൂൾ ഇനീഷ്യലൈസ് ചെയ്യാനും എറർ റിസോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് tester.com യൂസ് ചെയ്യാം. ഓക്കെ, എറർ പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മെയിൻ പാക്കേജിലെ മെയിൻ ഫംഗ്ഷനാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിൻ്റ് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാക്കേജ് മെയിൻ എൻട്രി പോയിൻ്റ് ആയിട്ടുള്ള ഫങ്ക് മെയിൻ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഗോലാങ്ങിൽ ഉപയോഗിക്കുന്ന കീവേഡാണ് ഫങ്ക് എന്ന് പറയുന്നത്. സി പ്രോഗ്രാമിങ്ങിലെ പോലെ തന്നെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയും മെയിൻ ഫംഗ്ഷനാണ്. നമ്മളിവിടെ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫംഡ് എന്ന് പറയുന്ന പാക്കേജ് ആവശ്യമാണ്. അപ്പോൾ fmd.println നമ്മളിവിടെ fmd.println അഥവാ fmd.println പ്രിൻറ്റ് ചെയ്തപ്പോൾ തന്നെ ഇമ്പോർട്ട് fmd എന്ന് പറയുന്ന പാക്കേജ് ഇവിടെ ഇമ്പോർട്ട് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രിൻറ്റലൻ്റെ പി ക്യാപിറ്റലാണ്. ഇവിടെ പി ക്യാപിറ്റൽ ആവാനൊരു കാരണമുണ്ട്, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മൾ fmd.printlൻ്റെ അകത്തിട്ട് പാസ് ചെയ്യുന്നത് ഹലോ വേൾഡ് എന്ന സ്ട്രിങ് ആണ്. ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാനായി cd ഹലോ വേൾഡ് ഗോ പ്രോഗ്രാം ക്ലിയർ ഗോ റൺ main.go എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റൺ എന്ന് പറയുന്ന കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിക്യൂട്ടബിൾ ക്രിയേറ്റ് ചെയ്യില്ല. നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്തു നിന്നൊരു എക്സിക്യൂട്ടബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ ബിൽഡ് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഗോ ബിൽഡ് main.go ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇവിടെ മെയിൻ എന്ന് പറയുന്ന ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഫയൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ./main എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. നമുക്ക് റൺ ചെയ്തപ്പോൾ കിട്ടിയ അതേ ഔട്ട്പുട്ട് തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് WSL അഥവാ വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ exe ഫോർമാറ്റിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാത്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് സെയിം പ്രോഗ്രാം സി പ്രോഗ്രാമിങ്ങിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 01_hello_world എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് സി പ്രോഗ്രാം എന്ന് പറയുന്ന മറ്റൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫോൾഡറിൽ hello_world.c എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സി പ്രോഗ്രാമിങ്ങിൽ കൺസോളിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യാനും ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഹെഡർ ഫയലാണ് stdio.h. ഗോ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഫംഡ് എന്ന് പറയുന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു പാക്കേജാണ് നമ്മളെ കൺസോളിൽ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. അതിന് പകരം നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്നത് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. അപ്പോൾ ആ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് #include stdio.h എന്ന് പറയുന്ന സിൻടാക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സി പ്രോഗ്രാമിങ്ങിലും പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ് ആദ്യം ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ റിട്ടേൺ ടൈപ്പ്. മെയിൻ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ്റെ പേര്. ഇൻറ്റ് മെയിൻ. ഇവിടെ നമ്മൾ ഇൻറ്റാണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റിട്ടേൺ 0 എന്ന് പറഞ്ഞ് 0 അതായത് ഒരു ഇൻറ്റിജർ റിട്ടേൺ ചെയ്യുന്നു. നിങ്ങളൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പും യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് printf എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്.
പ്രിൻ്റ്എഫും പ്രിൻ്റ് ലൈൻ പോലെ തന്നെ ഇൻപുട്ടായിട്ട് ഒരു സ്ട്രിങ്ങാണ് സ്വീകരിക്കുക. അപ്പോൾ ഹലോ വേൾഡ്. ഔട്ട്പുട്ട് പുതിയ ലൈൻ്റെ അകത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ \n എന്ന് പറയുന്ന എസ്കേപ്പ് ക്യാരക്ടർ കൂടി ഇവിടെ ആഡ് ചെയ്യുന്നു. നമ്മുടെ C പ്രോഗ്രാം ഉള്ളത് C_program എന്ന് പറയുന്ന ഡയറക്ടറിക്കുള്ളിലാണ്. അത് 1 ലെവൽ അപ്പാണ്. അതുകൊണ്ട് cd cd C_program. ഞാനിവിടെ C പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് GCC കമ്പൈലറാണ്, അഥവാ GNU C കമ്പൈലറാണ്. അപ്പോൾ GCC ഉപയോഗിച്ച് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് GCC helloworld.c എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് പുതുതായിട്ട് a.out എന്ന് പറയുന്നൊരു ഫയൽ കാണാം. നമ്മളിവിടെ കമ്പൈൽ ചെയ്ത് കിട്ടുന്ന എക്സിക്യൂട്ടബിൾ ഫയലിന് എന്ത് പേര് കൊടുക്കണമെന്ന് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ GCC കമ്പൈലർ ഔട്ട്പുട്ട് എക്സിക്യൂട്ടബിളിന് ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്ന പേരാണ് a.out. നമുക്ക് ഹലോ വേൾഡ് എന്ന പേര് തന്നെ ഔട്ട്പുട്ട് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ GCC helloworld.c -o ഔട്ട്പുട്ട് ഫയലിൻ്റെ പേര് ഹലോ വേൾഡ്. ഈ ഒരു ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന പേരിൽ തന്നെ എക്സിക്യൂട്ടബിൾ കിട്ടുന്നതാണ്. റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഈ ഒരു എക്സിക്യൂട്ടബിൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ./hello world. നമ്മളിവിടെ പ്രതീക്ഷിച്ച പോലെ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഗോലാങ്കിൽ പാക്കേജിൻ്റെ പേരും ഫയലിൻ്റെ പേരും ഒന്ന് തന്നെ ആയിരിക്കണം എന്നൊരു കൺവെൻഷൻ ഉണ്ട്. അതിനാലാണ് മെയിൻ എന്ന് പറയുന്ന പാക്കേജിന് കറസ്പോണ്ടിങ് ആയിട്ട് main.go എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ hello_world എന്നാക്കി മാറ്റുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനുശേഷം cd go build helloworld.go. അതായത് നിങ്ങൾക്ക് ഇവിടെ ഫയലിൻ്റെ പേര് റീനെയിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ hello_world എന്ന് പറയുന്ന പേരിൽ തന്നെ എക്സിക്യൂട്ടബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫയലിൻ്റെ പേര് റീനെയിം ചെയ്യുന്നത് നിങ്ങളുടെ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നതല്ല. എന്നാൽ കൺവെൻഷൻ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.